അതേസമയം കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ 14 ദിവസമായിട്ടും കണ്ടെത്താനായിട്ടില്ല. കാണാതായ 3 പേർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കടലിലും തീരമേഖലയിലും ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇന്നും കൂടുതൽ മേഖലയിൽ തെരച്ചിൽ നടത്താനാണ് ഫിഷറീസ് വകുപ്പിന്റെ തീരുമാനം. ഗോപാൽ ശിലാസനലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, ഇന്നും ആ 3 പേർ കാണാമറയത്ത് തന്നെയാണ്. 14 ദിവസമായി. ഇന്ന് ഏത് രീതിയിലുള്ള തെരച്ചിൽ നടത്താനാണ്, ഏത് ഭാഗത്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? ശ്രുതി, ഷിഹാസ്, 3 മത്സ്യത്തൊഴിലാളികളെയാണ് വിവിധ മേഖലകളിലായി കടലിൽ കാണാതായത്. നീണ്ടകര, മുതലപ്പുഴി, അതിനോടൊപ്പം തന്നെ വിഴിഞ്ഞം എന്നീ 3 മേഖലകളിൽ നിന്നായി കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോൺ മത്യാസിന് വേണ്ടിയുള്ള തിരച്ചിൽ ആ മേഖല, അതായത് പൊഴിയൂർ, പൂവാർ, അതിനോടൊപ്പം തന്നെ കൊല്ലങ്കോട് മേഖലകൾ കേന്ദ്രീകരിച്ച് ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടുകളിൽ പുരോഗമിക്കുന്നുണ്ട്. അതുകൂടാതെ മറൈൻ ആംബുലൻസും കോസ്റ്റൽ പോലീസും അടക്കം തെരച്ചിലുമായി രംഗത്തുണ്ട്. ഈ പൂവാർ മുതൽ ഏതാണ്ട് 14 നോട്ടിക്കൽ മൈൽ വരെയുള്ള മേഖലയിലേക്ക് ഈ ഫിഷറീസ് വകുപ്പിന്റെ മറ്റു ബോട്ടുകളും സഞ്ചരിച്ചിട്ടുണ്ട്. സക്ഷം കപ്പൽ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം കഴിഞ്ഞ ദിവസം ഈ തെരച്ചിലിന് വേണ്ടി കൊണ്ടുവന്നിരുന്നു. ആ കപ്പലും ഇത്തരത്തിൽ ഒരു വശത്തായി തെരച്ചിൽ തുടരുന്നുണ്ട്. കന്യാകുമാരി മേഖല വരെ കേന്ദ്രീകരിച്ചാണ് ആ മേഖല, തൂത്തുക്കുടിയിൽ നിന്ന് എത്തിച്ച കപ്പലാണ് അത് തെരച്ചിൽ നടത്തുന്നത്. അതുകൂടാതെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട അഗ്നിവേശ് എന്ന് പറയുന്ന കപ്പലിന്റെ നേതൃത്വത്തിലും ഇത്തരത്തിൽ ഓഗസ്റ്റ് 15 വരെ ഉൾക്കടലിൽ തെരച്ചിൽ ഉണ്ടാകുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന വിവരം. അതേപോലെ തന്നെ മുതലപ്പുഴയിലും കാണാതായ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. സജീവമായി തന്നെ പുരോഗമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ വിവിധ വള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ കടൽ മേഖല, ആ മേഖല മുഴുവനായി പുരോഗമിക്കുകയാണ്. മറൈൻ ആംബുലൻസ്, കോസ്റ്റൽ പോലീസ്, അതിനോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് തുടങ്ങിയവ ജില്ലാ ഭരണകൂടവുമായി ഏകോപിപ്പിച്ചുകൊണ്ടാണ് മുതലപ്പുഴയിലെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. സമാനമായി തന്നെയാണ് നീണ്ടകരയിലെ തിരച്ചിലും നടക്കുന്നത്. നേവി അടക്കമെത്തി തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഈ 3 ഇടങ്ങളിൽ നിന്നും കാര്യമായ ഒരു പുരോഗതിയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം. ഒരു കുടുംബം, ഓരോ വീടുകളും ഓരോ കുടുംബങ്ങളാണ്. ആ വീടുകൾ അത്തരത്തിൽ 3 മത്സ്യത്തൊഴിലാളികളുടെ 3 വീടുകൾ, 3 കുടുംബങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല 3 മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളതാണ്. ഇപ്പോഴും തെരച്ചിൽ തുടരും. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.